ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഹോട്ടലിനോട് ചോദിക്കാം. ചേട്ടാ നമസ്തേ. ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര ദയനീയാവസ്ഥയിലെ വണ്ടി പോകുന്നു. പിള്ളേർ ഗ്യാസിന് വലിയ വില കൊടുത്തിട്ടാണ് ഇപ്പോൾ മേടിക്കുന്നത്. ഇതൊക്കെ ചെറിയൊരു ഹോട്ടലാണ്, സാധാരണക്കാരൻ്റെ ഹോട്ടലാണ്, അല്ല 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ 3 സ്റ്റാറോ അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു ഹോട്ടൽ കയറുമ്പോൾ പ്രതീക്ഷയോടെയല്ലേ കയറുന്നത്? പ്രതീക്ഷയോടെയാണ് കയറല്ലേ. സാധാരണ എടുത്ത് ഭക്ഷണം കഴിക്കുന്നതാണ്, നല്ലൊരു ഭക്ഷണമാണ്. വർഷം കൊണ്ട് നമ്മൾ കൂട്ടേണ്ടി വരും. ആ സംഭവം കഴിഞ്ഞിട്ട് പിന്നീട് കുറക്കുമെന്ന് നമുക്ക് ഇവരോട് ചോദിക്കാൻ പറ്റില്ല. മുന്നും ഇതേപോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ചായക്ക് ഇനി 15 രൂപ അല്ല 15 രൂപ ആക്കണ്ടേ? 15 രൂപ ആക്കിയാൽ മാത്രമേ ഈ ഓരോ ഹോട്ടലിനോട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഗ്യാസിന് വില കൂടിയോണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, നമുക്ക് പണിക്കാർക്ക് പോലും പൈസ കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മളെ കേരള സ്റ്റേറ്റിലെ ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ പറ്റുമല്ലോ. കുറയാൻ പറ്റാത്തത് സർക്കാരിന് അതൊരു ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സർക്കാരുകൾ ഇപ്പം ഏത് സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ്, അവർക്ക് അതിന്റെ ഐ എം ടെല്ലിങ് യു വൺ തിങ്. നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. നമ്മൾ തെരുവിൽ ജീവിക്കുന്ന, പണിയെടുത്ത് ജീവിക്കുന്ന, നമ്മൾ നാട് പിടിക്കേണ്ടി വരും.